സംസ്ഥാനത്ത് വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ആലപ്പുഴയിൽ ജാഗ്രതാ നിർദ്ദേശം. കോഴിക്കോട് ജില്ലയിലും താപനില ഉയരും. വേനൽമഴ സജീവമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ചിലയിടങ്ങളിലെങ്കിലും വേനൽമഴ വന്നപ്പോൾ ഒരു ആശ്വാസമായി എന്ന് കരുതിയതാണ്, പക്ഷേ അത് അങ്ങനെയല്ല എന്നാണോ? സ്മിത, തീർച്ചയായിട്ടും ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരുന്നു കനത്ത മഴ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂടാണ് രേഖപ്പെടുത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് രാത്രി താപനില കൂടുമെന്നും അറിയിപ്പുണ്ട്. പാലക്കാട് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനാണ് സാധ്യത. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് കൂടാനുള്ള സാധ്യത. ചൂടേറിയതും അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമായ അന്തരീക്ഷ സ്ഥിതി അടുത്ത 2 ദിവസം കൂടി തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൊതുജനങ്ങൾ ഇതുവരെ തുടർന്നു വന്നിരുന്ന ജാഗ്രത ഇനിയും തുടരണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. അതേസമയം ഈ പലയിടങ്ങളിലും ഈ സൂര്യാഘാതമേറ്റ് ഉണ്ടായ അപകടങ്ങൾ തുടരുന്നുണ്ട്. തൃശ്ശൂരിലും ഇന്ന് സൂര്യാഘാതമേറ്റ് പശു ചത്ത ഒരു സ്ഥിതിയുണ്ട്. പലയിടങ്ങളിലും കൃഷിനാശമുണ്ടായി. കോട്ടയത്ത് അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഉഷ്ണതരംഗത്തെ പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ച് ഈ നാശനഷ്ടങ്ങൾക്ക് ധനസഹായം നൽകണമെന്ന് ഈ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് കത്തയച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ കർഷകർക്കാണ് വലിയ നാശനഷ്ടമുണ്ടായത്, വിളനാശം അടക്കമുള്ളവ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊള്ളുന്ന ചൂടിന് പക്ഷേ ആശ്വാസമായി വരും ദിവസങ്ങളിൽ വേനൽ മഴ എത്തുമെന്നൊരു മുന്നറിയിപ്പും എത്തുന്നൊരു നിർദ്ദേശം ലഭിക്കുന്നുണ്ട് കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കൂടുതൽ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ആലപ്പുഴ ജില്ലയിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും എത്തുന്നു. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.